രാമം രാക്ഷസവംശനാശനകരം രാഗേന്ദുബിംബാനനം രക്ഷോരിം രഘുവംശവർദ്ധനകരം രക്താധരം രാഘവം രാധായാത്മനിവാസിനം രവിനിഭം രമ്യം രമാനായകം രന്ധ്രാന്തർഗതശേഷശായിനമഹം രാമം ഭജേ താരകം. രാമകഥാമൃതത്തിൻ്റെ 31-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാമായണത്തിലൂടെ അറിയേണ്ടത് എന്ത് എന്നതായിരുന്നു ഇന്നലെ നമ്മൾ ചിന്തിച്ചത്. അതിൻ്റെ ബാക്കി ഭാഗം കൂടി നമുക്കിന്ന് ചിന്തിക്കാം. ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മേതി നാപര എന്ന തത്വത്തെ അജ്ഞാനികൾക്ക് കാണിച്ചു തരാനായി കഥാരൂപത്തിൽ ഉപദേശിക്കുന്നത് കാണാൻ സാധിക്കും. പാർവതീദേവിക്ക് പരമേശ്വരൻ ഉപദേശിക്കുന്ന രൂപത്തിലാണ് രാമായണത്തിലെ കഥ ആരംഭിക്കുന്നത്. ഈ ലോകത്തിൻ്റെ സൃഷ്ടിക്കും 84 ലക്ഷം ജീവയോനികളിലെ ജീവന്മാരുടെയും രക്ഷിതാവായിട്ടും എല്ലാവരും ശിവനെ കാണുന്നു. പക്ഷേ ലോകേശ്വരനായ പരമേശ്വരൻ മറ്റാരെയോ ധ്യാനിക്കുന്നതായി പാർവതിക്ക് അനുഭവപ്പെട്ടു. ധ്യാനത്തിൽ നിന്നും എഴുന്നേറ്റതിനു ശേഷം പാർവതീദേവി ഭർത്താവിനോട് ഈ സംശയത്തെ നിവാരണം ചെയ്യാനായി അടുത്തു ചെന്നിരുന്നു. സൗമ്യമായ ഭാഷയിൽ മെല്ലെ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അല്ലയോ പ്രാണനാഥ, എനിക്കൊരു സംശയമുണ്ട്. അത് അങ്ങ് ഈ ജഗത്തിൻ്റെ രക്ഷിതാവായിട്ടാണ് ഞാനും കാണപ്പെടുന്നത്. എല്ലാ ജീവജാലങ്ങളും പരമേശ്വരനായ അങ്ങയെ കാണുന്നത് അതുപോലെയാണ്. അവരെല്ലാവരും അങ്ങയെ സ്തുതിക്കുന്നു, ധ്യാനിക്കുന്നു, പുകഴ്ത്തുന്നു. അങ്ങനെയുള്ളതായ ആ ഈശ്വരൻ മറ്റൊന്നിനെ ആരാധിക്കുകയോ ധ്യാനിക്കുകയോ ചെയ്യാറില്ല. കാരണം അതിനപ്പുറം ഒന്നും ഇല്ലാത്തതിനാൽ. പക്ഷേ ആ ഈശ്വരനായ അങ്ങ് മറ്റാരെയോ ധ്യാനിക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. അത് ശരിയാണോ? ആണെങ്കിൽ ആരെയാണ് ധ്യാനിക്കുന്നത് എന്ന് അരുളയണം എന്ന് പാർവതി ആവശ്യപ്പെട്ടു. പരമേശ്വരൻ ദേവിയുടെ സംശയ നിവാരണം ഉടനെ വരുത്തി. എൻ്റെ പ്രാണനാഥെ, നിന്റെ സംശയം ശരിയാണ്. ഞാൻ പരബ്രഹ്മമാകുന്ന രാമനെയാണ് ധ്യാനിക്കുന്നത്. ആ ബ്രഹ്മശക്തിയാണ് എന്നിലൂടെ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നതായി തോന്നുന്നത്. ആ ശക്തിയാണ് ഈ ലോകത്തിൻ്റെ കാരണമായിരിക്കുന്നത്. അത് നിർഗുണമാണ്. ജ്ഞാനികൾ നിർഗുണത്തെയാണ് ധ്യാനിക്കുന്നതും. അജ്ഞാനികൾ അതിന് എൻ്റെ രൂപകൽപ്പന കൊടുത്തു സഗുണമായി ആരാധിക്കുന്നു എന്ന് പറഞ്ഞു. പരമപദ പ്രാപ്തി ലഭിക്കണമെങ്കിൽ പരമമായ സത്യത്തെ അറിയണം. ആ സത്യത്തെ പറഞ്ഞു തരണമെങ്കിലോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആചാര്യന്മാരെ ആശ്രയിക്കണം. അതിനാൽ എൻ്റെ ആചാര്യനായ അങ്ങ് ആ പരബ്രഹ്മമാകുന്ന രാമതത്വത്തെ ഉപദേശിക്കണമെന്ന് പാർവതീദേവി ആവശ്യപ്പെട്ടു. പരമേശ്വരൻ വളരെ സന്തോഷവാനായി. ബ്രഹ്മതത്വം ആർക്കും അറിയണമെന്ന് ആഗ്രഹമുണ്ടാവുന്നതേ ഇല്ല. ഇന്നേ വരെ അതിനെക്കുറിച്ച് ആരും ചോദിച്ചിട്ടുമില്ല. എൻ്റെ പരമേശ്വരി, ഞാൻ വളരെ കൃതാർത്ഥയായി. കാരണം ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനും ബ്രഹ്മതത്വം അറിയാനും ആഗ്രഹമുണ്ടായത് അനവധി ജന്മങ്ങളിലെ പുണ്യ കർമ്മഫലമായി നിനക്ക് ഇങ്ങനെ ഒരു നല്ല ചിന്തയുണ്ടായി വന്നത് മഹാഭാഗ്യമാണ്. ഇന്നേ വരെ ഈ തത്വം ആർക്കും ഞാൻ ഉപദേശിച്ചിട്ടും ഇല്ല. ഇന്ന് ഞാൻ നിനക്കത് ഉപദേശിച്ചു തരുന്നുണ്ട് എന്ന് തൻ്റെ ഭാര്യയായ പാർവതിയെ ശിഷ്യയെന്ന പോലെ ഉപദേശിക്കുവാൻ ആരംഭിച്ചു പരമശിവൻ. അയോധ്യാഭരണം ഭരതനിൽ നിന്നും രാമൻ ഏറ്റുവാങ്ങിയ ശേഷം പല രാജ്യങ്ങളിൽ നിന്നുള്ള രാജാക്കന്മാർക്കും സജ്ജനങ്ങൾക്കും ഗുരുജനങ്ങൾക്കും അതിഥികൾക്കും ഉചിതമായ ദാനങ്ങൾ കൊടുത്ത് എല്ലാവരെയും യാത്രയാക്കി. എല്ലാവരും മടങ്ങിപ്പോയെങ്കിലും ഹനുമാൻ മാത്രം പോയില്ല. സിംഹാസനത്തിൽ രാമനും സീതയും ഇരിക്കെ അവരുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് വളരെ വിനയത്തോടെ ഹനുമാൻ കൂപ്പി കൈകളുമായി വന്നിരുന്നു. ഹനുമാന്റെ ദാസ്യഭാവം രാമന്റെ മനസ്സിനെ വല്ലാതെ കുളിർപ്പിച്ചു.
സീതയോട് രാമൻ പറഞ്ഞു, ദേവി, എല്ലാവർക്കും കൊടുത്തതുപോലെ ഹനുമാനും സമ്മാനങ്ങൾ കൊടുത്തെങ്കിലും എനിക്ക് തൃപ്തി വന്നിട്ടില്ല. ദേവി കുറച്ചുകൂടി സമ്മാനങ്ങൾ കൊടുക്കണം. ഇത് കേട്ട സീതാദേവി തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ മുത്തുമാല ഹനുമാന് നൽകി. കയ്യിൽ കിട്ടിയ മുത്തുമാലയെ ഓരോ മുത്തുകളായി പിടിച്ച് സൂക്ഷിച്ചു നോക്കി. എന്തോ അതിൽ നോക്കുന്നുണ്ട്. ഓരോ മുത്തും കടിച്ചു നോക്കി രാമനെ കാണാത്തതിനാൽ വലിച്ചെറിയുകയായിരുന്നു. ഏറ്റവും പ്രിയമായതിനെ കൊടുത്തിട്ടും കടിച്ചു വലിച്ചെറിയുന്നത് കണ്ട സീതാദേവി കോപത്തോടെ പറഞ്ഞു, വാനര, നീ എന്ത് അഹങ്കാരമാണ് കാണിച്ചത്? എന്താണ് ഞാൻ തന്ന സമ്മാനം എൻ്റെ മുമ്പിൽ തന്നെ വലിച്ചെറിയുന്നത്? തന്നത് കുറഞ്ഞു പോയെങ്കിൽ പറയാമായിരുന്നില്ലേ? എത്ര വേണമെങ്കിലും തരാമായിരുന്നു. പ്രതീക്ഷിക്കാത്ത വാക്കുകൾ ദേവിയിൽ നിന്നും കേൾക്കേണ്ടി വന്നെങ്കിലും മാരുതി അതിനെ സ്ത്രീകളുടെ ചപല സ്വഭാവമായി കണ്ടു. വിഷമങ്ങളെ ഒരുമാതിരി മനസ്സിലൊതുക്കി കാരണത്തെ വെളിപ്പെടുത്തി. ദേവി, ഈ മാല ദേവിക്ക് പ്രിയപ്പെട്ടതാണ്, പക്ഷേ എനിക്കതത്ര പ്രിയമായില്ല. കൂടുതലോ കുറവോ ഒന്നുമല്ല കാരണം. എൻ്റെ ഭഗവാനില്ലാതെ ഒന്നും എനിക്കാവശ്യമില്ല. ആ മാലയിലോ അതിൻ്റെ മുത്തിൻ്റെ ഉള്ളിലോ ഞാൻ എൻ്റെ ഭഗവാനെ കണ്ടില്ല. അതിനാലാണ് ഞാൻ അതെല്ലാം കളഞ്ഞത്. ഇത് കേട്ട സീതയിൽ നിന്നും വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ചോദ്യമാണ് പുറത്തേക്ക് വന്നത്. ഹനുമാനോട് സീത ചോദിച്ചു, നിന്റെ ഭഗവാനുള്ളത് മാത്രമാണ് നിനക്ക് ആവശ്യമെങ്കിൽ ഹൃദയം എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. അത് നിന്നിലുമുണ്ട്. അതിൽ നിന്റെ ഭഗവാനുണ്ടോ? എനിക്ക് കാണിച്ചു തരണം. ഇല്ലെങ്കിൽ ഉടനെ അത് വലിച്ചെറിയണം. ഇതിനേക്കാൾ നല്ലത് ആഞ്ജനേയനോട് പോയി മരിക്കാൻ പറയാമായിരുന്നു. കാരണം ഹൃദയമില്ലാതെ ആർക്കെങ്കിലും ജീവിക്കാൻ സാധിക്കുമോ? സ്ത്രീകളുടെ ഇഷ്ടം അനിഷ്ടമായി വന്നാൽ അവർ എന്തു ചെയ്യാനും മടിക്കില്ല. അതാണ് സീതയിലും പ്രകടമായത്. അഞ്ജനാപുത്രൻ സൂര്യനെ വിഴുങ്ങാൻ പോയ ബാലകനാണ്. രാമസ്മരണ മാത്രം കൊണ്ട് 100 യോജന സമുദ്രം ചാടിയവനും രാമമന്ത്രത്താൽ മൃതസഞ്ജീവനി കുടികൊള്ളുന്ന പർവ്വതത്തെ പുഴക്കി ഒരു പുൽക്കൊടി പോലെ ഒറ്റക്കൈയിൽ ഏറ്റിയവനുമായ വീരമാരുതിക്ക് എന്തു ഭയം? ഹനുമാൻ ദേവിയോട് പറഞ്ഞു, അമ്മേ, ഭഗവാനില്ലാതെ ഒന്നും ഞാൻ സ്വീകരിച്ചിട്ടില്ല. ഈ ഹൃദയത്തിൽ എൻ്റെ ഭഗവാനില്ലെങ്കിൽ ഇവിടെ ഞാൻ വലിച്ചു കളയും. ഇതാ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ 10 വിരലിൻ്റെയും നഖങ്ങൾ ഹൃദയത്തിൻ്റെ മധ്യത്തിലിറക്കി പിളർന്ന് കാണിച്ചു കൊടുത്തു. രാമനും സീതയും അതാ സിംഹാസനത്തിൽ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ച ഹനുമാന്റെ ഹൃദയത്തിൽ ദേവി കണ്ടു. ദേവിക്ക് ഹനുമാനോടുണ്ടായിരുന്ന കോപം, ഇപ്പോഴുണ്ടായിരുന്നതായ മാതൃസ്നേഹം ആകെ കൂടി ഒന്നും പറയാനാകാത്ത ഒരു അത്ഭുത ദൃശ്യമായി തീർന്നു. ദേവിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ പറയാൻ വാക്കുകളില്ല. ഹനുമാനോട് പറഞ്ഞ പരുഷവാക്കുകൾ എങ്ങനെ തിരിച്ചെടുക്കും? മുള്ളുകൊണ്ട് മുറി ആറും, ചൊല്ലുകൊണ്ട മുറി എങ്ങനെയാറും? എന്തായാലും ഹനുമാനോടുള്ള സ്നേഹം ദേവി നല്ല വാക്കുകളിൽ പ്രകടമാക്കി. രാമനോടും സീതയോടുമുള്ള ഭക്തി ചില്ലറയല്ല. നീയാണ് യഥാർത്ഥ ഭക്തൻ. പിന്നീട് രാമൻ പറഞ്ഞു, ഭവതി, നമ്മുടെ വീരമാരുതിക്ക് രാമചിന്തയല്ലാതെ വേറൊരു ചിന്തയുമില്ല. പൂർണ്ണ വൈരാഗ്യം വന്നിരിക്കുന്നു. ദുർലഭം ചിലർ മാത്രമേ ഇത്തരം യോഗ്യത നേടാറുള്ളൂ. അതിനാൽ ഹനുമാന് രാമതത്വം ഉപേക്ഷിക്കാം. ഇപ്പോൾ അതിൽ മാത്രമേ താല്പര്യമുള്ളൂ എന്നും പറഞ്ഞു. ഇത് കേട്ട സീത ആ രാമതത്വത്തെ ഉപദേശിക്കാൻ തുടങ്ങി. വായുപുത്ര, നിനക്ക് രാമതത്വത്തെ ഇപ്പോൾ തന്നെ ഉപദേശിക്കാം. ഈ ജഗത്തിലുള്ള മനുഷ്യർ പറയുന്നു ഇവിടെ രാമൻ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നു എന്ന്. സീതയാകുന്ന ഞാനാണ് ഇവിടെ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് എന്ന് മൂഢന്മാർ അറിയുന്നില്ല. രാമൻ കർമ്മം ചെയ്യുന്നില്ല, വെറും സാക്ഷി മാത്രം. രാമന്റെ സാന്നിധ്യം കൊണ്ട് ഞാൻ എല്ലാ കർമ്മങ്ങളെയും ചെയ്യുന്നു. രാമനില്ലെങ്കിൽ സീതയുമില്ല, കർമ്മവുമില്ല. ഈ സത്യത്തെയാണ് ഭക്തന്മാർ രാമായണത്തിലൂടെ അറിയേണ്ടത്. ഇതറിഞ്ഞാൽ അവർ എല്ലാ ബന്ധങ്ങളെയും വിച്ഛേദിച്ചുകൊണ്ട് മുക്തി പ്രാപിക്കുന്നു, അല്ലെങ്കിൽ രാമനിൽ ലയിക്കുന്നു. രാമൻ എന്നാൽ ആത്മാവും സീത എന്നാൽ ശരീരവുമാണ്. ബ്രഹ്മാംശമാണ് ആത്മാവ്, അത് രാമനാകുന്നു.
ആത്മാവിനൊരിക്കലും കർമ്മമില്ല, അത് സാക്ഷി മാത്രമാണ്. പ്രകൃതിദത്തമായ സീത ജനകന്റെ മകളാണ്, അഥവാ പ്രകൃതിയിലുണ്ടായി പ്രകൃതിയിൽ വളരുന്നത്. ഈ ശരീരമാണല്ലോ എല്ലാ കർമ്മങ്ങളെയും ചെയ്യുന്നത്. ആത്മാവില്ലെങ്കിൽ ഈ ശരീരത്തിന് കർമ്മം ചെയ്യാൻ സാധ്യമല്ല. രാമന്റെ സാന്നിധ്യം കൊണ്ട് സീത കർമ്മം ചെയ്യുന്നു എന്ന് പറഞ്ഞത് ഈ രാമനും സീതയും ഒരിക്കലും വിട്ടുനിൽക്കില്ല. രാമൻ ആര് എന്ന് അറിഞ്ഞവൻ സീതയെ കുറിച്ചറിയും. രാമന്റെ നിഴൽ മാത്രമാണ് സീത എന്ന് പറയുന്നു. നിഴൽ മായയാണ്, ഇല്ലാത്തതാണ് രാമനെന്നും ഉള്ളതും നിത്യനും ശുദ്ധനും സച്ചിത് ആനന്ദവുമാണ് എന്നറിയുമ്പോൾ അവൻ രാമായണത്തിന്റെ പാഠം അറിഞ്ഞു കഴിഞ്ഞു, അല്ലെങ്കിൽ രാമനെ അറിഞ്ഞിരിക്കുന്നു. ഇതാണ് രാമായണം കൊണ്ടുള്ള പ്രയോജനം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തേക്ക് അവസാനിപ്പിക്കാം. എല്ലാവർക്കും നമസ്കാരം.